ഓണത്തിന്റെ ഓഫറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇംപെക്സിന്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കർ വാങ്ങിച്ചു. 5 വർഷത്തെ വാറന്റി ഉണ്ട്. കൂടാതെ ഗ്യാസിലും ഇൻഡക്ഷനിലും ഒരുപോലെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഞാൻ ട്രയൽ ചെയ്യാൻ പോകുന്നത് ഓതന്റിക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി, ചുവന്നുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം കുക്കർ വെക്കുക, അതിലേക്ക് 6 kg ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്യാം. ക്രഷ് ചെയ്ത ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. കോമ്പോസിറ്റ് ബോട്ടം ആയതുകൊണ്ട് തന്നെ ഹീറ്റ് എല്ലായിടത്തേക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് കമ്പനികളുടെ കുക്കറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനുണ്ട്. സ്പ്രിംഗ് വെൽ പ്രഷർ ഇൻഡിക്കേറ്ററും ഫുഡ് ഗ്രേഡ് സിലിക്കൺ ഗാസ്കറ്റും ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കന്റെ പീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ചിക്കന് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഇളക്കിയതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസും ഇലക്ട്രിസിറ്റിയും സേവ് ചെയ്യാൻ പറ്റും. കുക്കറിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മല്ലിയില ഇതെല്ലാം ചേർത്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ കുക്കർ ഓപ്പൺ ചെയ്യുക. ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് വിളമ്പുക, എന്നിട്ട് കഴിക്കുക. എൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇംപെക്സിൻ്റെ കുക്കർ വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്.